ഇന്ന് എൻ്റെ ഉമ്മയും സിസ്റ്ററും അവളെ മോളും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നൊരു ഡേ ആണ്. ചായ കൊടുത്ത് അവർക്ക് കടിമുട്ട ബജിയും പഴംപൊരിയുമായിരുന്നു. നീ ഇങ്ങോട്ട് പോന്നിക്കരിയ ഹൈബിനെ കളിപ്പിച്ചാനാ ആരപ്പം ഇനി വന്നിക്കണു. അപ്പോൾ ഓല് വന്നപ്പോൾ പിന്നെ ഞാൻ ഓലോട് പറഞ്ഞു, ഒന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് ആക്കം പോലെ പോയാൽ മതി. ഓല് അപ്പം തന്നെ പോകാൻ വേണ്ടി വന്നതാണ്. കുറച്ച് നേരം കുട്ടികളൊക്കെ കണ്ട് നിന്നിട്ട് അപ്പം തന്നെ പോകണമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഫുഡൊക്കെ കഴിച്ച് രാത്രി പോകാം. അങ്ങനെ ഞാൻ ഓർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി, ചിക്കൻ ആദ്യം പൊരിച്ചെടുത്തു. ഇനി ഉള്ളി വഴറ്റാണ്ട് ഉള്ളി വഴറ്റി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുക. അതൊക്കെയാണ് ഞാൻ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടില്ലേ, സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോൾ നമുക്കിനി ഞാനിതൊക്കെ ചേർക്കുന്നത് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് ചേർത്തത്. പിന്നെ തക്കാളി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓവറായിട്ട് വഴറ്റൊന്നും വേണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. നമ്മൾ ടൈം ലാഭമായി ഉണ്ടാക്കൂലേ, അങ്ങനെ ടൈം ലാഭിച്ച് പെട്ടെന്ന് ഉണ്ടാക്കണം. ഒരു 7 മണി ടൈമിനാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ അത്രയും പെട്ടെന്നാവണമെന്നില്ലതിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ തക്കാളി ഒന്നും വഴറ്റി വരാൻ നിൽക്കണ്ട, മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കൻ ഇടണം. അതിൻ്റെ മുമ്പ് നമ്മൾ ക്യാപ്സിക്കനും മല്ലിച്ചപ്പും 2 മാഗി ക്യൂബും മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് ക്യാപ്സിക്കം ഇടാം. നിങ്ങൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ക്യാപ്സിക്കം ഇടുകൊണ്ട് അപ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. എല്ലാവരും ക്യാപ്സിക്കം ഇട്ട് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മൾ മന്തിയിലൊക്കെ യൂസ് ചെയ്യുന്ന മാഗി ക്യൂബല്ലേ, അതൊരു 2 ഇട്ട് കൊടുത്താലും നല്ലൊരു വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിട്ട് കൊടുക്കുക, ഈ ടൈമിന് അതിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഒരു സ്പെഷ്യലായിട്ട് ഇതിൽ ഉള്ളത്. പിന്നെ ഒക്കെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി വഴറ്റണു, ചിക്കൻ പൊരിക്കണു, അങ്ങനെയൊക്കെ. പക്ഷെ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടിട്ടോ. പിന്നെ പൊടികൾ, ഉപ്പ് എനിക്ക് കൈ കൊണ്ട് ഇടണം, അപ്പോഴുള്ള അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടുക. സ്പൂൺ കൊണ്ടൊക്കെ ഇട്ടാൽ എൻ്റെ ഉപ്പിടണത് ഏറിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെയാവും. പിന്നെ പൊടികൾ മഞ്ഞളും മുളകും മല്ലിപ്പൊടി ഞാൻ ഇടുന്നില്ല. അങ്ങനെയാണ് എൻ്റെ പൊടികൾ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പൊരിച്ച് വെച്ച ചിക്കനേക്ക് തട്ടി കൊടുക്കുക, നന്നായി ഇളക്കുക, പിന്നെ ദമ്മിടുക. അത്രയൊക്കെ ഉള്ളൂ ബിരിയാണി. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതുവരെ ചെയ്യാത്ത പോലെയാണെങ്കിൽ ക്യാപ്സിക്കനും മാഗി ക്യൂബും ഒന്ന് മസാലയുടെ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്കൊരു പുതുമയായൊരു ടേസ്റ്റ് കിട്ടും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്യണോലുണ്ടാവും, ചെയ്യാത്തോല് എന്തായാലും ചെയ്ത് കൊടുക്കാം. നമ്മൾ തുള്ളി വെള്ളം ഒഴിച്ച് കണ്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവും. അതായത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം. പിന്നെ നമ്മളെ വെള്ളം തിളച്ച് വന്ന് അരിയിട്ട് പിന്നെ അരി ഊറ്റിലെടുത്ത് നമുക്ക് ദമ്മാക്കാം. ദമ്മാക്കാനൊരു വലിയൊരു കുക്കർ എടുത്ത് അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ദമ്മൊക്കെ നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ എല്ലാവരും എപ്പോഴും ചെയ്യണ മാതിരി 2 ലെയർ ചിക്കനൊക്കെ ഇട്ട് ദം ചെയ്തെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗരം മസാല, ഉള്ളി, കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാൻ മറന്നിരിക്കുകയാണ്. നിങ്ങളതൊക്കെ ആഡ് ചെയ്തോളൂ. മസാലയ്ക്കും കുറച്ച് പൊരിച്ചുള്ളിയും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുത്തതിട്ട് കൊടുത്താൽ മസാലൻ്റെ ടേസ്റ്റ് കൂടും. അതിന് ഞാൻ വിട്ടുപോയതാണ് കാണിക്കാൻ. അപ്പോൾ അതും നിങ്ങൾ ചെയ്യാം കേട്ടോ, പിന്നെ നല്ല ടേസ്റ്റ് ആവും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം, സുഖമല്ലേ?
പിന്നെ എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെന്താ പറയാനുള്ള വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളത് പുതിയൊരു ചാനലായതുകൊണ്ട് തന്നെ ആരുടെ അടുത്തും എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ട്, മാങ്ങ ഉണ്ട്, സാലഡ് ഉണ്ട്, അച്ചാർ ഞാനിട്ടതായ ഒരു മീൻ അച്ചാറാണ്, തിരണ്ട് മീനുകൊണ്ട് ഒരു അച്ചാർ ഇട്ടിരുന്നു. ഓക്കെ, ബായ്.